ചോദിച്ചു, നീ ഹിന്ദു ആണോ, എനിക്കൊരു തുളസി പ്ലാന്റ് തരാമോ? ഞാൻ പറഞ്ഞു കമോൺ കമ്മിൻ. അവരകത്ത് കയറി വന്നു. അങ്ങനെയാണ് എനിക്ക് അതുവരത്തെ കിട്ടിയിട്ടുള്ള KHS തൊട്ട് മലയാളി അസോസിയേഷൻ തൊട്ട് NSS തൊട്ട് പലയിടത്തു നിന്നും കിട്ടിയ കുറേ അവാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോളേജിൽ കൊണ്ടുവന്ന് കൊടുത്തു. അവിടെ പാനൽ ഓഫ് 5 ലോയേഴ്സ് ജഡ്ജസ് അത് ജഡ്ജ് ചെയ്തിട്ട് അങ്ങനെ 2016 മെയ് 14 ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോളേജ് എനിക്കൊരു ഓണററി ഡിഗ്രി തരുന്നത്. അത് ഞങ്ങൾ 4 റെസിപ്പിയൻസ് ആയിരുന്നു. ഒന്ന് ഇവിടുത്തെ ഫുഡ് ബാങ്കിൻ്റെ മാനേജർ, ഒന്നൊരു ലോ ഫേമിലെ തൂപ്പുകാരത്തിയായിട്ട് കയറിയ ഒരു വിയറ്റ്നാമീസ് സ്ത്രീ, പിന്നെ ഒരു ലോയറായി. അങ്ങനെ ആദ്യമേ എന്നെയാണ് അത് NRG സ്റ്റേഡിയത്തിൻ്റെ ടോപ്പിൽ അവിടെ ഇന്ത്യൻ പ്രസിഡന്റ് മോദി അദ്ദേഹം വന്ന് അവിടെ ആദ്യം കാല് കുത്താൻ ഭാഗ്യമുണ്ടായ ഒരു മലയാളി സ്ത്രീ ഞാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ മോദി അദ്ദേഹം വന്ന് അവിടെ ആദ്യമായിട്ട് കാലുകുത്താൻ ഭാഗ്യം കിട്ടിയ ഒരു മലയാളി സ്ത്രീ ഞാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊന്നും എൻ്റെ കഴിവോ എൻ്റെ സാമർഥ്യമൊന്നുമല്ല, എല്ലാം ആ പരാശക്തി, ആ ദൈവമെന്ന്. അതാരായാലും ജീസസ് ആയാലും കൃഷ്ണനായാലും എല്ലാം ഒന്ന് തന്നെ. ഞാൻ പോകാത്ത ഒരു ചർച്ചില്ല ഇവിടെ, ഞാൻ അറ്റൻഡ് ചെയ്യാത്ത വളരെ കുറച്ച് ഫ്യൂണറലേ ഇവിടെയുള്ളൂ. എനിക്ക് ജാതിയെന്നോ മതമെന്നോ ഒന്നും വ്യത്യാസമില്ല. ഇവിടുത്തെ ന്യൂസ് റീഡർ റാന്നിക്കാരൻ ജീമോൻ പറയും പൊന്നിച്ചേച്ചി ഒരു സ്ത്രീയല്ല, ഒരു സംഭവമാണെന്ന്. ഇതെല്ലാം നിങ്ങളുടെ എല്ലാം ക്രിസ്ത്യൻ മലയാളികളുടെ സ്നേഹവും അനുഗ്രഹവുമാണ്. ഇവിടെ രാഷ്ട്രീയ KP ജോർജ് അദ്ദേഹം പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞങ്ങളൊന്നിച്ച് ആഹാരം കഴിച്ചിട്ടുണ്ട്. അതുപോലൊക്കെ ജോലി ഇന്ന് ജഡ്ജായിരിക്കുന്ന ആളെ ഒരു ദിവസം വൈകിട്ട് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ നോക്കിയപ്പോൾ എല്ലാം ശരിയാണ്, ഒരു അറ്റോർണി ജൂലി മാത്യു, ഐ തോട്ട് സം അമേരിക്കൻ ലോയർ. എനിക്ക് 3 ആൺമക്കളാണല്ലോ, അവരൊക്കെ അന്നൊക്കെ ടീനേജ് പ്രായം 20s ഒക്കെ. ഞാനോർത്ത് പിള്ളേർ വല്ല തെറ്റും ചെയ്ത് കാണും. ഞാൻ പേടിച്ച് കുറച്ച് കോൾ റിട്ടേൺ ചെയ്തു. ഐ റിസീവ്ഡ് എ കോൾ ഫ്രം യുവർ ഓഫീസ് ജൂലി മാത്യു, ഐ എം മിസ്സസ് പിള്ളെ. അപ്പോൾ ജൂലി എന്നോട് മലയാളത്തിൽ വർത്താനം പറഞ്ഞു. പിന്നെ ചേച്ചി നിങ്ങളെക്കുറിച്ച് അറിയാനിടയായി, ഞാനിങ്ങനെ ഇലക്ഷന് നിൽക്കുന്നുണ്ട്, എന്നെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കെൻ മാത്യു സാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, പിന്നെ സംസാരിക്കാം. അങ്ങനെ ജൂലി ഇവിടെ വന്നു. ജൂലിയെ പിന്നെ ഞാൻ എല്ലായിടത്തും മലയാളി അസോസിയേഷൻ, വേൾഡ് മലയാളി, NSS എല്ലായിടത്തും കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ജൂലിയുടെ ഇലക്ഷനും എല്ലാവരുടെയും ജഡ്ജ് സുരേന്ദ്രനെ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൻ്റെ മുൻപിൽ വന്ന് ഇതുപോലൊക്കെ എന്നെ ഇൻ്റർവ്യൂ അല്ല, അദ്ദേഹം എന്നോട് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു. ഇങ്ങനെയൊക്കെ അനേകം. പിന്നെ ഇവിടെ അങ്ങനെ അത് തന്നെയല്ല, 1985 എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട സംഗീതജ്ഞൻ നമ്മളുടെ യേശുദാസ് അദ്ദേഹം ഞങ്ങളുടെ ആദ്യത്തെ പഴയ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ അന്ന് ഒരു ഹിന്ദു സൊസൈറ്റിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വിജയ യേശുദാസിൻ്റെ കൂടെ ആഫ്റ്റർ 35 years ആ സെയിം ഒരു സ്റ്റേജ് പങ്കിടാൻ 2021 ഗുരുവായൂരമ്പലത്തിൽ ഞാൻ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് ഭാഗ്യമുണ്ടായി. അന്ന് ഞാൻ വിജയ യേശുദാസിനോട് പറഞ്ഞു, 35 വർഷം മുമ്പ് KHS വേണ്ടി ഞാൻ വിമൻസ് ഫോറം ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ താങ്കളുടെ പിതാവിനോടൊപ്പം ഞാനൊരു സ്റ്റേജ്, അങ്ങനെ യേശുദാസ് വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വരാത്തവരെ എൻ്റെ വീട്ടിൽ വരികയും പിന്നെ ഇവിടെ ആഹാരം കഴിക്കുക എന്തും വളരെ കുറച്ച് ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ആരൊക്കെയാണ് പേരെല്ലാം തന്നെ ഓർക്കുന്നില്ല. പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ കൂടെ 1985 അന്ന് പ്രേം നസീർ അദ്ദേഹവും കൃഷ്ണചന്ദ്രനും പിന്നെ മുമ്പ് ഞാൻ കാണിച്ചില്ല. അങ്ങനെ അന്ന് എൻ്റെ ഹസ്ബൻഡ് ചന്ദ്രശേഖരൻ ഉണ്ണിത്താനാണ് അന്ന് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കാറ് ഡ്രൈവ് ചെയ്തിരുന്നത്. അന്നേരം പ്രേം നസീർ അദ്ദേഹത്തിന് ആ രാത്രിയിൽ അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര മഴ. അന്നേരം ഹൈവേയിൽ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന് പേടി, കാറ് ഉണ്ണിത്താനെ പതിയെ ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, സാറിന് ഒരു കുഴപ്പവും വരത്തില്ല, ഞങ്ങളുടെ കുടുംബം ഇവിടെ ഉണ്ട്, സാറ് സമാധാനമായിട്ടിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു പ്രേം നസീർ അദ്ദേഹത്തെ ലാസ്റ്റിൽ കണ്ടത്. യേശുദാസ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഞങ്ങളൊരു ഹോട്ടലിൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞൊരിക്കൽ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മാനസിക അടുപ്പത്തിന് പരിധിയില്ലല്ലോ, ശാരീരിക അടുപ്പത്തിനല്ലേ പരിധിയുള്ളൂ, മാനസിക അടുപ്പം എവിടം വരെയും ആകാം. അങ്ങനെ പ്രമുഖരായിട്ടുള്ള അനേകം ആൾക്കാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും കഴിക്കാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ
കഴിവോ കാരുണ്യമോ ഒന്നുമല്ല. എപ്പോഴും ഐ മിസ് മൈ ഹസ്ബൻഡ്. പക്ഷേ എൻ്റെ തലയിലെടുത്ത് എന്ത് ചെയ്യാനാണ്? എൻ്റെ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ അനേകം സ്ഥലങ്ങളിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇനിയൊരു ജന്മം എനിക്കുണ്ടെങ്കിലെന്ന്. പിന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹം സ്ത്രീകളെ അങ്ങനെ അധികം മുൻപോട്ട് വരാനോ അവഹേളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.